and welcome to another episode of e.talks spoken English series. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിക്വസ്റ്റുകൾ ചെയ്യുന്നതിനെ കുറിച്ചാണ്. റിക്വസ്റ്റ് ചെയ്യുക. നമ്മൾ രണ്ട് തരത്തിൽ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചിലരോട് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് രീതിയിലുള്ളത് നമ്മൾ ഞാനത് ഒരു കാര്യം ചെയ്തോട്ടെ അല്ലെങ്കിൽ അതെടുത്തോട്ടെ ഉപയോഗിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു റിക്വസ്റ്റ്, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ചോദിക്കാവുന്നത് ക്യാൻ ഐ എന്നാണ്. ക്യാൻ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ പ്ലീസ്, ക്യാൻ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ പ്ലീസ് എന്നൊക്കെ പറയാം. ക്യാൻ ഐ യൂസ് യുവർ പെൻ പ്ലീസ്, അങ്ങനെ പറയാവുന്നതാണ്. അതേപോലെ തന്നെ വേറൊരു ചോദ്യമാണ് കുഡായി. കുഡായി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫോർമലാണ്, കുറച്ചുകൂടെ ഔദ്യോഗികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിൽ മാത്രം ഇത് കുഡായി ഉപയോഗിച്ചാൽ മതി. അല്ലാതെ സാധാരണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ക്യാനായി ഉപയോഗിച്ചാൽ മതി. അപ്പം സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കുഡായിൽ ചോദിക്കാം. കുഡ് ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ പ്ലീസ്, കുഡ് ഐ ബോറോ സം മണി ഫ്രം യു പ്ലീസ്, കുഡ് ഐ ബോറോ സം മണി ഫ്രം യു പ്ലീസ്. കുറച്ച് കാശ് കടം തരൂ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു രീതിയാണ്. നിങ്ങളോട് കാശ് കടം വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന റിക്വസ്റ്റാണ് ഇത്, കുഡ് ഐ ബോറോ എന്ന് ചോദിക്കുന്നത്. അതേപോലെ തന്നെ വുഡ് യു മൈൻഡ് ഇഫ് ഐ ടേൺ അപ്പ് ദ ഹീറ്റിംഗ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ തണുപ്പുള്ള രാജ്യത്തൊക്കെ ആണെങ്കിൽ ഞാനൊന്ന് ചൂടാക്കട്ടെ. വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ AC ഉപയോഗിച്ചാൽ പോലും അകത്ത് നല്ല ഫോഗ് പോലെ ഉണ്ടാവും. അപ്പോൾ ഗ്ലാസ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്നു, ഞാൻ ഹീറ്റിങ്ങിലേക്ക് ഇട്ടോട്ടെ അല്ലെങ്കിൽ ഹീറ്റ് കൂട്ടിക്കോട്ടെ എന്നൊക്കെ ചോദിക്കാം. അത് അങ്ങനെ ചോദിക്കാം. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമെന്നായിരിക്കാം. അപ്പോൾ എങ്ങനെ ചോദിക്കാം, വുഡ് യു മൈൻഡ് ഇഫ് ഐ ടേൺ അപ്പ് ദ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവോ എന്നുള്ള ഒരു സംശയത്തിൽ നമ്മൾ ചോദിക്കുന്ന ഒരു റിക്വസ്റ്റാണ് ഇത്. വുഡ് യു മൈൻഡ് ഇഫ് ഐ എന്ന് പറയുന്നത്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ടേൺ അപ്പ് ദ വോളിയം, വുഡ് യു മൈൻഡ് ഇഫ് ഐ സ്വിച്ച് ഓൺ ദ AC എന്നൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, വുഡ് യു മൈൻഡ് ഇഫ് ഐ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഉപയോഗിക്കാവുന്ന വുഡ് യു മൈൻഡിന് കുറച്ചുകൂടി ഇൻഫോർമൽ ആയിട്ടുള്ളതാണ് ഡു യു മൈൻഡ് ഇഫ് ഐ. ഡു യു മൈൻഡ് ഇഫ് ഐ ടേൺ അപ്പ് ദ വോളിയം, അങ്ങനെ എന്തും ചോദിക്കാവുന്നതാണ്. അപ്പോൾ 4 ഫ്രേസുകൾ പഠിക്കുക. ക്യാൻ ഐ, കുഡ് ഐ, വുഡ് യു മൈൻഡ് ഇഫ് ഐ, ഡു യു മൈൻഡ് ഇഫ് ഐ. ഞാൻ ഇത് ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നമാണോ എന്ന് ചോദിക്കുന്നതാണ്. ഇനി അടുത്തൊരു രൂപത്തിൽ ഉള്ളത്, നമുക്കെന്തെങ്കിലും സഹായം ചെയ്തു തരുമോ എന്ന് അങ്ങോട്ട് നമ്മുടെ ഒരു സഹായം റിക്വസ്റ്റ് ചെയ്യുന്നതിനാണ് വേറൊരു രൂപമുള്ളത്. ഓക്കെ, ഇനി വേറൊരാളോട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിക്വസ്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതാണ്. ഇതേ ചോദ്യം തന്നെ. അപ്പോൾ ക്യാൻ ഐ എന്നുള്ളതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാവുന്നതാണ്. ക്യാൻ യു എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ക്യാൻ യു പ്ലീസ് പാസ് ദാറ്റ് കറി ടു മീ. അന്ന് ആ കറി ഇങ്ങോട്ടൊന്ന് പാസ് ചെയ്യുമോ എന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാവുന്ന ക്യാൻ യു. അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ ഫോർ മീ എന്ന് ചോദിക്കും. കുഡ് യു പ്ലീസ് സ്വിച്ച് ഓഫ് ദ AC. കുഡ് യു എന്ന് പറയുന്നത് നമ്മൾ റിക്വസ്റ്റ് വേറൊരാളോട് എനിക്ക് വേണ്ടി ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നതാണ്. എന്നതിന് ശേഷം ഇതിൻ്റെ വെർബ് 1 മാത്രം ഉപയോഗിച്ചാൽ മതി. ക്യാൻ യു പ്ലീസ് ഓപ്പൺ മാത്രം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് എന്ന് മാത്രം. അത് വെർബ് 2 അല്ല, വെർബ് 1 മാത്രം ഉപയോഗിച്ചാൽ മതി. അത് വേറൊരാളോടുള്ള റിക്വസ്റ്റാണ്. ഇത് അതേ റിക്വസ്റ്റ് ഇപ്പോൾ വുഡ് യു മൈൻഡ് ഇഫ് ഐ ടേൺ ഓഫ് ദ വോളിയം എന്ന് പറയുന്നതിന് പകരം നിങ്ങളത് ചെയ്യുമോ, അതിന് ഞാൻ ചെയ്യട്ടെ എന്ന് റിക്വസ്റ്റിന് പകരം നിങ്ങളതൊന്ന് എനിക്ക് വേണ്ടി ചെയ്തു തരുമോ എന്നെങ്ങനെയാണ് ചോദിക്കുക. അപ്പം വുഡ് യു മൈൻഡ് ഇഫ് ഐ എന്നതിന് പകരം ഇവിടെ ഇപ്പോൾ ചൂട് കൂട്ടട്ടെ അല്ലെങ്കിൽ AC ഓൺ ആക്കട്ടെ എന്നാണെങ്കിൽ ഇവിടെ ഒരു ING ഫോം വെച്ചിട്ടാണ് പറയേണ്ടത്. എങ്ങനെയാണ്, ടേണിങ് up the volume. Would you mind turning up the volume എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതൊന്ന് ചെയ്ത് തരുമോ എന്നാണ് അർത്ഥം. യു എന്ന പദം ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ഇവിടെ. വുഡ് യു മൈൻഡ് ടേണിങ് അപ്പ് ദ വോളിയം എന്ന് വെച്ചാൽ ഇതൊന്ന് ചെയ്തു തരുമോ. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ എന്നൊക്കെ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഡു യു മൈൻഡ് എന്നതിലും ഇഫ് ഐ എന്നുള്ളതിന് പകരം നമുക്ക് ചെയ്യാവുന്നത്
ഡു യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ ഫോർ മീ എന്ന് ചോദിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് റിക്വസ്റ്റ് നടത്തേണ്ടത്. ഒരു രണ്ട് തരത്തിലുള്ള റിക്വസ്റ്റ് ഉണ്ട്. ഒന്ന്, നമ്മളൊരു കാര്യം ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നത്. രണ്ടാമത്തത്, വേറൊരാളോട് എനിക്കൊരു സഹായം തരുമോ എന്നുള്ള റിക്വസ്റ്റ്. അത് സഹായമായിട്ടായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരുന്ന രീതിയിലും ഒരു സഹായം, അങ്ങനത്തെ ഉള്ള സഹായത്തിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റിനും നമുക്ക് ഈ റിക്വസ്റ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.